കനത്ത മഴയിൽ വാഴക്കാട് പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. കൃഷിനാശവും വ്യാപകമാണ്. മണ്ണിടിഞ്ഞും മതിലിടിഞ്ഞും റോഡ് തകർന്നും മറ്റ് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയ ആവശ്യപ്പെട്ടു. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്നും ഇന്നലെയുമായി പെയ്ത കനത്ത മഴയിൽ 20 കോടിയിലേറെ നാശനഷ്ടം കണക്കാക്കുന്നു. 25 വീടുകൾ ഭാഗികമായി നശിച്ചിട്ടുണ്ട്. എളമരം അംഗൻവാടിയും മറ്റ് നിരവധി വീടുകളുടെ ചുറ്റുമതിലും റോഡും വ്യാപകമായ കൃഷിനാശവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും നാശനഷ്ടമുണ്ടായതായാണ് വിവരം. വയലുകളും തോടുകളും നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയാണുള്ളത്. വ്യാപക കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് അടിയന്തര ബോർഡ് യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തതായും വാഴക്കാട് പഞ്ചായത്തിന് പ്രളയ ദുരിതത്തിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യപ്പെടുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയ പറഞ്ഞു. ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ ഏറെ നാശനഷ്ടം സംഭവിച്ച ഒരു പഞ്ചായത്താണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത്. ഇപ്പോഴുണ്ടായ കനത്ത് പലതും എല്ലാ വാർഡുകളും വമ്പിച്ച നഷ്ടങ്ങളാണ് നമുക്കുണ്ടായി. വീടുകൾ തകർന്നിട്ടുണ്ട്. അതുപോലെ പുതിയ വീടുകൾ ഉണ്ടാക്കുന്ന ഇടിഞ്ഞു പോയിട്ടുണ്ട്. കനത്ത നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അടിയന്തരമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന് അടിയന്തരമായുള്ള നഷ്ടപരിഹാരം കലക്ടർക്ക് ഇടപെട്ട് ചെയ്യണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ അഭ്യർത്ഥന. അതോടൊപ്പം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക പാക്കേജ് തന്നെ ഇതിനാണ്. നമുക്കറിയാം, ചാലിയാറിൻ്റെ അടുത്തുള്ളതാണ്. എക്കാലത്തും വെള്ളപ്പൊക്കവും മറ്റു വേറെ ദുരിതം വിതക്കുന്ന ഒരു പഞ്ചായത്താണ്. ഇന്ന് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായിട്ടൊരു ബോർഡ് യോഗം വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നതാണ്. പഞ്ചായത്തിലെ അപകടം നടന്ന മിക്ക സ്ഥലങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയയുടെയും വൈസ് പ്രസിഡന്റ് ഷെരീഫ ചിങ്ങംകുളത്തിലിൻ്റെയും മറ്റ് ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സംഘം സന്ദർശിച്ചു. അനധികൃത നിർമ്മാണവും മണ്ണെടുക്കലും അപകടത്തിന് ആക്കം കൂട്ടിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കരിയ ആരോപിച്ചു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.